നമസ്കാരം എല്ലാവർക്കും sudhiscookhouse ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നപ്പം ഞാൻ വന്നിരിക്കുന്നത് പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓണം എന്നാൽ നമുക്ക് ഓർമ്മ വരുന്നത് പ്രഥമൻ എന്നാണ്. പക്ഷേ പാൽപ്പായസത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു സദ്യയും ഉണ്ടാവില്ല. അപ്പോൾ എളുപ്പത്തിൽ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു പാൽപ്പായസം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഓണസദ്യയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഈ പാൽപ്പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പുഴുക്കലരിയാണ്. നമുക്ക് കടകളിലും അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലുമൊക്കെ നമുക്കിത് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഈ അരി നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് ഒരു കപ്പേ ഉള്ളെന്നുണ്ടെങ്കിലും വെന്ത് വരുമ്പോൾ നല്ലൊരു അളവിലുണ്ടാവും. അപ്പോൾ ഈ കഴുകി വൃത്തിയായിരിക്കുന്ന അരി ഞാനൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ കഴുകിയ അരി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് നമ്മൾ ഒരു വിസിൽ മുഴുവനായിട്ടും വരണ്ട. അതിന് മുന്നേ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വീണ്ടും ഒന്നും കൂടെ വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഈ അരി വെന്ത് കിട്ടുന്നതായിരിക്കും. വിസിൽ അടുപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ചീറ്റി ആകപ്പാടെ കുളമാകും. അതുകൊണ്ട് അത് വേണ്ട. ആ സമയം തന്നെ നമുക്ക് ഒരു 4 കപ്പ് പാൽ, ഏകദേശം 1 ലിറ്റർ പാൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം പാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതേ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ചോറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 കപ്പ് പാൽ, അതായത് 500 ml പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് 4 കപ്പൊക്കെ വരുമ്പോൾ ഒരുപാട് മധുരമായി പോകും. അപ്പോൾ ഇത് നമ്മൾ ഈ പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എത്രത്തോളം വറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വറ്റിച്ചെടുത്താൽ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അതും കുറുക്കി എടുത്തിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരി വേവിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ഉരുളി ഇല്ലയെന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തേച്ചാലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെ പകുതി പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുക. അപ്പം പകുതി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി, മുഴുവനായിട്ട് ആദ്യം ഒഴിച്ച് കൊടുക്കരുത്. അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം പായസമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുവട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്നതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും പാലിൻ്റെയും ആ കൂട്ടിൻ്റെ പകുതി നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ഇരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുമ്പം കിട്ടുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 7-8 ഏലക്ക ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു പായസത്തിൻ്റെ മണം നമുക്ക് അവിടെ കിട്ടും. അതിനുശേഷം നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മധുരത്തിൻ്റെ ആ ഒരു ചെടുപ്പ് മാറാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇങ്ങനെ ഇത് ഒരു ഏകദേശം ഒന്ന് പറ്റുന്ന ലെവൽ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം എത്തും നമ്മുടെ ഇതൊന്ന് പറ്റി കിട്ടാനായിട്ട്. അത്രയും നേരം നമ്മൾ നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മളുടെ ഏകദേശം നമ്മുടെ പായസമൊക്കെ നല്ലതായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ബാക്കി വെച്ചിരുന്ന പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പായസം ഒരുപാട് പറ്റണ്ട. നമ്മുടെ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ കുറച്ച് പാലൊക്കെ ആയിട്ട് തന്നെ നീണ്ടു തന്നെ ഇരിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നെയ്യിൽ വറുത്ത മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് 2 സ്പൂണ് നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക.
കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരിക്കലും മുന്തിരിങ്ങ ഇടൽ കരിഞ്ഞു പോകും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് ചേർത്തതിന് ശേഷം അത് ഏകദേശം ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. മുന്തിരിങ്ങ പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് വറുത്തിട്ട് നമ്മൾ ഈ പായസത്തിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി വിളമ്പാൻ തുടങ്ങുമ്പോഴത്തേക്കൊന്ന് കുറുകി പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽപ്പായസത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.